കാട്ടുപന്നി അതോടൊപ്പം തന്നെ കുരങ്ങ ഈ രണ്ടും വൻതോതിൽ നമ്മുടെ നാട്ടിൽ പെറ്റുപെരുകയാണ്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ആദ്യം ഒന്ന് ശ്രമിച്ചിരുന്നു, പക്ഷേ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഇനി മുന്നോട്ടുണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, ആ സർക്കാരിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ നിയമസഭയിൽ, അതായത് കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. നമുക്കറിയാം, 72-ൽ ഈ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് വനവും അതോടൊപ്പം തന്നെ വന്യജീവിയും അത് ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൽ വന്നിരുന്നു. അന്ന് സംസ്ഥാനത്തിന് തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. പക്ഷേ 1977 മുതൽ വനമാകട്ടെ, വനഭൂമിയാകട്ടെ, വന്യമൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, അത് കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. ഭേദഗതിക്കുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാനാണിപ്പോൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര നിയമത്തിൽ പറയുന്നത് എന്താണ്? മനുഷ്യജീവന് അപകടകാരിയായ വന്യജീവി എന്നാണ്. ആ പ്രയോഗത്തിൽ തന്നെ വ്യക്തത കുറവുണ്ട്. വനത്തിനും സുരക്ഷിത മേഖലകൾക്കും പുറത്തു വന്ന് മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യവസ്ഥ കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞു, കുരങ്ങാണെങ്കിലും ശരി, കാട്ടുപന്നിയാണെങ്കിലും ശരി, എണ്ണം ഇങ്ങനെ പെരുകുകയാണ്. വന്യജീവികളുടെ എണ്ണം ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അധികാരപ്പെടുത്താനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ. ഇത് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. സർക്കാരിന്റെ ഇടപെടൽ ഇപ്പോഴുമുണ്ട്. ആ ഇടപെടൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. നോക്കൂ, ഈ കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നവർക്കുള്ള ഓണറേറിയം അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അംഗീകാരമുള്ള ഷൂട്ടർമാർക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്. ആ അംഗീകാരമുള്ള ഷൂട്ടർമാർക്ക് ഓണറേറിയം ഇനി 1500 രൂപ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ ചത്ത മൃഗങ്ങളെ എങ്ങനെ സംസ്കരിക്കും? ആ സംസ്കരിക്കാൻ 2000 രൂപ വരെ ചെലവഴിക്കാനും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. ഇത്രയും കാലം ഈ ഓണറേറിയവും അതോടൊപ്പം തന്നെ സംസ്കരിക്കാനുള്ള ചെലവും അത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് അധിക ബാധ്യതയായിരുന്നു. പക്ഷേ സംസ്ഥാന സവിശേഷ ദുരന്തമായി മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഈ തുക, ഓണറേറിയവും അതോടൊപ്പം തന്നെ സംസ്കരിക്കാനുള്ള ചെലവും, അതിനി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് നൽകുക. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് ഈ തുക നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് എടുത്ത ഒരു തീരുമാനമാണ്.